ഇപ്പം നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ലനായിട്ടുള്ള പലഹാരങ്ങളുടെ റെസിപ്പീസാണ് എല്ലായിടത്തും കാണാൻ പറ്റുക. മറ്റൊന്നുമല്ല, ഇപ്പോൾ നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇതുപോലെയുള്ള എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഞായറാഴ്ചയായിട്ട് വിചാരിച്ചു വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു സമൂസ ഉണ്ടാക്കാമെന്ന്. സാധാ സമൂസയല്ല, ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ സമൂസ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 6-7 ചെറിയ പീസ് ചിക്കൻ്റെ കഷ്ണങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെവുന്നതിന് ആവശ്യമായിട്ട് ഒരു 2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 12 സമൂസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പെരിഞ്ജീരകമാണ്. ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവോള ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും ചെറുതാക്കി കുനുകുനാന്നരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറുതായി കുനുകുനാന്നരിഞ്ഞിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ നല്ല അടിപൊളിയായിരിക്കും സമൂസയുടെ ഉള്ളിൽ ഫില്ലിങ് വരുമ്പോൾ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കനൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പകുതിയൊക്കെ ചൂടാറി കഴിഞ്ഞപ്പോൾ നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിൽ. ഒരുപാട് അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ നല്ല രീതിയിലൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പാക്കി എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ സവോളയും ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ പീസസ് നമുക്ക് ഈ ഒരു ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിന്ന് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഈ ഒരു സമൂസ ഷീറ്റിലാണ്. അപ്പോൾ 50 സമൂസ ഷീറ്റാണ് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. 120 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സമൂസ ഉണ്ടാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് വെച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. സമൂസ ഷീറ്റിൽ എങ്ങനെയാണ് ഫില്ലിങ് വെക്കുക എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും അടിയിൽ വരുന്ന അറ്റത്തെ ഭാഗം പിടിച്ച് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഒന്നും കൂടി തിരിച്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കപ്പലണ്ടിയൊക്കെ പൊതിയുന്ന പോലെയുള്ള ഒരു രൂപത്തിലായിരിക്കും അപ്പോൾ കിട്ടുക. അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം അറ്റഭാഗം തൊട്ടിട്ട് മുകൾ ഭാഗം എത്തുന്നത് വരെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഫില്ലിങ് ഇല്ലാതെയും മുകളിൽ മാത്രം നല്ല ഫില്ലിങ് ആയിട്ട് വരും. അതിനുശേഷം ഒന്നും കൂടി നേരെ അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ നല്ല രീതിയിൽ ഉള്ളിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം കിട്ടും. ഇനി ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത് മൈദയുടെ പൊടി ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതാണ്. ശരിക്കും ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വിട്ട് പുറത്തേക്ക് അതിൻ്റെ ആ ഫില്ലിംഗ് ഒക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദയുടെ മാവ് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. എനിക്കറിയുന്ന രീതിയിലാണ് പറഞ്ഞത്. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് ശരിയായിട്ട് വരില്ല. പിന്നീട് അതങ്ങോട്ട് ശരിയായിക്കോളൂ കേട്ടോ. നമുക്ക് അതിൻ്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഷടപടയെന്നായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ സമൂസ ഷീറ്റ് കൊണ്ട് ഇതുപോലെ സമൂസയുടെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 12 സമൂസകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ നല്ല കുറച്ച് അധികം തന്നെ
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണ ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാൻ രീതിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാതും ഒരു 5-6 ഒരുമിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയധികം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കൽ കഴിയും കേട്ടോ. അത് 2 എണ്ണാകുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ കുറച്ച് 2 ഇട്ട് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ 2 ഭാഗവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വെവിച്ചെടുക്കാം. അതിനുശേഷം ഇത് വറുത്ത് കോരാട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കിടിലനായിട്ടുള്ള ചിക്കൻ സമൂസ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ സമൂസയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അതായത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്സ് വെക്കാം. അതുപോലെ തന്നെ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ബീൻസ് കടലൊക്കെ ഇല്ലേ, അതൊക്കെ വെവിച്ചിട്ട് ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കൂടുതൽ സമൂസകൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതിൽ കൂടുതലായിട്ടും ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും മുന്നിൽ നിൽക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിക്കൻ സമൂസ, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഒരുപാട് ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ 4 മണിക്ക് ചായ പലഹാരത്തിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. നമ്മുടെ ഈ ഒരു സമൂസയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു കിട്ടില്ല മീഡിയം ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.